ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഹോം ടൂർ എടുക്കാനാണ് വിചാരിക്കണത്. അവിടുന്ന് തൊട്ടാണ് എൻ്റെ ഹോമിൻ്റെ ഇത് പറയണത്. വരവ് തൊട്ടിട്ട് ഇത് അവിടെ നിന്നാണ്. അവിടെ നല്ല വെയിലായതുകൊണ്ട് ഞാൻ അവിടെ എടുത്തില്ല എന്നുള്ളൂ. ഇനി ഇത് നമ്മുടെ ഈ ഗേറ്റ് ഇട്ടിട്ടാണ് നമ്മൾ എടുക്കാൻ പോണത്. നമ്മളിത് ഈ ഗേറ്റ് ഇട്ടിട്ടാണ് എടുക്കാൻ പോകുന്നത്. അബി ഇത് അവിടെ ഉണ്ട്, അവിടെ സൈക്കിൾ ഓടിക്കുകയാണ്. ഉള്ളിൽ അച്ഛമ്മയും അമ്മയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൊട്ടാരം തുറക്കാം. നമ്മൾ പണ്ടേ തൊട്ട് നമ്മുടെ വീടിനെയാണ് നമ്മൾ കൊട്ടാരമാക്കി. കൊട്ടാരത്തേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ വീട് ഗായ്സ്, ഇതാണ് എൻ്റെ വീട്. അപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ പുറത്തത്തെ ഭാഗം ആദ്യം കാണിച്ചു തരാം. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇപ്പം എൻ്റെ വീട്. നിങ്ങളെല്ലാവരും കണ്ടല്ലോ, ഇതാണ് എൻ്റെ വീട്. ഇത് കുറേ സ്പേസൊക്കെ ഉണ്ട് അധികം, പക്ഷെ ഞങ്ങളങ്ങനെ കൂടുതലൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇപ്പോൾ സൈക്കിൾ മേടിച്ചുകൊണ്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങളേ ഉള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടമാണ്. ഇത് ഇവിടെ തൊട്ട് അവിടം വരെ ഞങ്ങളുടെ തോട്ടമാണ്. അതുപോലെ അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഞങ്ങളുടെ ഒരു ഷെഡ് ഉണ്ട്, അവിടെയാണ് ഞങ്ങൾ സൈക്കിൾ എടുത്താറ്. പിന്നെ ഇവിടെ ക്യാമറയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഇത് ജനൽ, അതല്ല അത്ര വലുതായിട്ടൊന്നും ഇല്ല. പിന്നെ നമ്മുടെ സ്കൂട്ടി. ഞങ്ങൾ സൈക്കിൾ വെച്ച് ഞങ്ങൾ ഫുൾ ടൈം സൈക്കിളാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ കുറേ അധികം സ്പേസ് ഉണ്ട്. പക്ഷെ കൂടുതൽ ഇവിടെ മഴ പെയ്യണോണ്ട് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാറില്ല. പിന്നെ പൂക്കളൊന്നും അധികമില്ല, ചെറുതായിട്ടേ ഉള്ളൂ, അധികമൊന്നുമില്ല പൂക്കൾ. പിന്നെന്താ, ഇത് ഞങ്ങളൊരു കയ്യാലയാണ്. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ കയ്യാലാണ് ഞങ്ങളിവിടെ പറയുക. പിന്നെ അതൊരു ദേവിയുടെ സംഭവമാണ്. അതുപോലെ അവിടെ ഒരു പാമ്പും കാവുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ക്യാമറ ഉണ്ട്, 4 ക്യാമറയാണ് ടോട്ടലി കേട്ടോ. പിന്നെ ഇവിടെ സോളാറുണ്ട്, ഈ ഒരു ഭാഗത്ത് സോളാറുണ്ട്. ഇതുപോലെ അപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടോ. അടുത്ത ഒരെണ്ണം കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതെവിടെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതുവരെ ഉള്ളൂ, ബാക്കി ഷെഡാണ്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ തുണിയൊക്കെ തോരയുടെ ഉപയോഗിക്കും. ഇതാ ഇവിടെ നമ്മുടെ സ്ഥലം തന്നെയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഷെഡ്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീനാണ്, വേറെ ഒന്നല്ല. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇതൊരു ടാങ്ക് പോലെ സംഭവമാണ് കേട്ടോ. ഇവിടെ ടാങ്കൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ തിരുമ്പാനും പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വടക്കോറം ഭാഗമാണ് കേട്ടോ. പിന്നെ ഞാൻ സോളാർ കാണിച്ചു തരാറുണ്ട്. അപ്പുറത്തെ ഭാഗത്തുണ്ട് സോളാർ. ഈ ബക്കറ്റൊക്കെ കിടക്കുന്നത് ഒരു ഇതാണ്. ഞങ്ങൾ സൈക്കിളായിട്ട് ഈ വഴി പോകും. ഇതൊക്കെ ഒരു ഇതിന് വേണ്ടി ഈ ഒരു വഴി പോയിട്ട് ഞങ്ങൾ ചുറ്റിത്തിരിഞ്ഞ് തരും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സോളാറ്, പിന്നെ ഒരു ഭസ്മക്കൊട്ടുണ്ട്. ഇത് ഞാൻ പണ്ട് തൊട്ടുണ്ടായിരുന്നപ്പോഴാണ്. ഇവിടെ ഉണ്ട് ഒരു സോളാറ്. ഓക്കെ, ഇതാ ഇവിടെ ലൈറ്റ്. ഇത് രാത്രി ആകുമ്പോൾ കത്തും. പിന്നെ നമ്മുടെ പണ്ടത്തെ വീടിൻ്റെ ഉണ്ട്, മറ്റേ രാക്ഷസനെ പോലെ ഉണ്ടോ അത്. പിന്നെ അവിടെ നമ്മുടെ ബാൽക്കണിയാണ്. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ പുറത്തുനിന്നൊക്കെ ഇറങ്ങി വരികയാണെങ്കിൽ നമുക്ക് കാല് കഴുകാനും പിന്നെ വളക്ക് കഴുകും. നമ്മളിവിടെ ദേവിക്ക് വളക്ക് വെക്കുമല്ലോ, അപ്പോൾ വളക്ക് കഴുകാനും നമ്മൾ ഉപയോഗിക്കും. പിന്നെ ഇനി നമുക്ക് നമ്മുടെ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാം. എൻ്റെ കൊട്ടാരം. അപ്പോൾ നമുക്ക്